കഴുത ചുമക്കുന്നത് ചന്ദനമാണെങ്കിലും അതിന് മണമുണ്ടോ എന്ന് കഴുതയ്ക്കറിയില്ല. അറിയേണ്ട കാര്യവുമില്ല. സത്യം ഘ്രാണിച്ചറിയാൻ പോലും കഴിയാത്തവരുടെ പരചര്യ കൊണ്ട് ഇന്ത്യയിൽ വേദസംസ്കാരം മങ്ങിപ്പോയി. വേദവിചാരം കൊണ്ട് വിശുദ്ധനായ പൂന്താനം നമ്പൂതിരി ഇതുതന്നെ പറഞ്ഞു. അദ്ദേഹം ഉപമാനമാക്കിയത് ചന്ദനത്തെയല്ല, കുങ്കുമത്തെയാണ്. അദ്ദേഹത്തിന് മലയാളം മാത്രമേ അറിയൂ. സംസ്കൃതം അറിയുന്ന നാരായണ ഭട്ടതിരിപ്പാട് അദ്ദേഹത്തെ കണ്ടിട്ട് വകവെച്ചില്ല. ഭട്ടതിരിപ്പാടിന് വാദം പിടിച്ചു. പിന്നെ അത് ഭേദമാകാൻ നാരായണീയം തന്നെ എഴുതേണ്ടി വന്നു മലയാളത്തിൽ. പൂന്തേനൊഴുക്കിയ ആ കവി എഴുതി: കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം. വേദത്തിൻ്റെ പരിമളം എന്തെന്നറിയാത്ത ജനതയ്ക്ക് അത് കേവലം ഭാരമായി മാറി. നിഷ്പ്രയോജനമായ വേദഭാരം ചുമക്കുന്ന ബ്രാഹ്മണ സമൂഹവും വേദം അറിയാത്തതുകൊണ്ട് ബ്രാഹ്മണേതരരും ഇന്ത്യയിൽ ക്ഷയിച്ചുപോയി. മേലത്തെ ഈരടി എഴുതുമ്പോൾ പൂന്താനം നിരുക്തകാരൻ്റെയും വ്യാസൻ്റെയും കൂടെ നിൽക്കുന്നു. സാക്ഷാൽ നാരായണ ഭട്ടതിരി പോലും അവിടെ എത്തിയോ സംശയിക്കണം. വാക്കിൽ സത്യം വേണമെന്ന പാരമ്പര്യത്തെ അദ്ദേഹം ഇതെഴുതുമ്പോൾ ഉയർത്തിപ്പിടിക്കുകയായിരുന്നു. ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ തകർച്ചയിൽ വ്യസനിക്കുകയായിരുന്നു ആ പാവം നമ്പൂതിരി.